നമസ്കാരം. ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട കഥാകാരി ഡോക്ടർ ബീന. വേഷപ്പകർച്ച എന്ന ഒരു ചെറുകഥയാണ് നിങ്ങളുടെ ആസ്വാദനത്തിനായി ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ കാഴ്ചവെക്കുന്നത്. നമുക്ക് നേരെ കഥയിലേക്ക് പോകാം. പുലർച്ചെ മഞ്ഞ് മണ്ണിനോട് ചേർന്ന് കിടക്കുമ്പോൾ ചെറുതായി ഇളകുന്ന ഇലകളുടെ ശബ്ദം മാത്രമാണ് ആ മലഞ്ചെരിവിലെ തോട്ടത്തെ ഉണർത്തുന്നത്. അവിടെയാണ് മുത്തുലക്ഷ്മിയുടെ ലോകം. മുത്തുലക്ഷ്മി ഒരു ഏലത്തോട്ട തൊഴിലാളിയാണ്. അവളുടെ കൈകളിൽ എപ്പോഴും ഏലത്തിൻ്റെ സുഗന്ധമുണ്ടാകും. പക്ഷേ അവളുടെ ജീവിതത്തിൽ ആ സുഗന്ധത്തിന് തുല്യമായ മധുരം കുറവാണ്. ഇടുക്കിയിലെ മഞ്ഞു പുതച്ച ഏലത്തോട്ടങ്ങളിൽ കൊടും തണുപ്പിലും വെയിലിലും പണിയെടുത്ത മുത്തുലക്ഷ്മിയുടെ കൈകളിൽ ഇന്ന് വിജയത്തിൻ്റെ മധുരമുണ്ട്. മല കയറി ചില്ലകൾ തള്ളി കാടിൻ്റെ ഉള്ളിലേക്കുള്ള നടപ്പിൽ അവളുടെ ശരീരം പരിചിതമാണ്. ഏലച്ചെടികൾക്കിടയിൽ കുനിഞ്ഞു നിൽക്കുന്ന സ്ത്രീകളുടെ കൂട്ടത്തിൽ മുത്തുലക്ഷ്മിയുമുണ്ട്. അവിടെ കുനിഞ്ഞ് കൈകൊണ്ട് ചെടിയുടെ അടിയിൽ നിന്നും ഏല പിഴിയുമ്പോൾ അവളുടെ പുറം നൊന്ത് പിളരും. ഒരു പഴയ ടിഫിൻ പെട്ടിയിൽ കഞ്ഞിയും ഉപ്പും രാവിലെ കൊണ്ടുപോകും. ഉച്ചയൂണിന് അവൾ അതിരുന്ന് കഴിക്കുന്നു. മണ്ണിൻ്റെ മണം, ഏലയുടെ മണം, വിയർപ്പിൻ്റെ മണം എല്ലാം ചേർന്ന ഒരു ജീവിതത്തിൻ്റെ രുചിയാണ് അവളുടേത്. വിശ്രമ സമയത്ത് അവൾ ഒറ്റയ്ക്ക് ആകാശത്തേക്ക് നോക്കിയിരിക്കും. എൻ്റെ മകൾ, അവൾക്ക് ഈ കുന്നു കയറേണ്ടി വരാതിരിക്കണേ. അവളുടെ മനസ്സിലൊരു പ്രാർത്ഥനയാണ്. കൈ നിറയെ ഏല കൊയ്തിട്ടും കൂലി കുറവാണ്. വീട്ടിലേക്ക് മടങ്ങുമ്പോൾ അവളുടെ കാലുകൾ വേദന കൊണ്ട് വിറയ്ക്കുന്നു. ശരീരം തളരുന്നു. പുറത്തെ കാറ്റ് വീശുന്നു. അവളുടെ കൈകളിൽ ഇപ്പോഴും ഏലയുടെ സുഗന്ധം പറ്റിപ്പിടിച്ചിരിക്കുന്നു. അവൾ കിടക്കുമ്പോൾ ചിന്തിക്കുന്നു, ഈ സുഗന്ധം എൻ്റെ ജീവിതത്തെ മധുരമാക്കാൻ ഒരിക്കലെങ്കിലും മതിയാകുമോ? ഏലത്തിൻ്റെ സുഗന്ധവും വേദന നിറഞ്ഞ മനുഷ്യജീവിതവും ആണ് അവിടെ തനിക്ക് ചുറ്റും. ഈ കഷ്ടപ്പാടുകൾ ഒക്കെ ഇടയിലും തൻ്റെ മകളെ പഠിക്കാൻ അവൾ അയച്ചു. ഇടയ്ക്കിടയ്ക്ക് ക്ലാസ് കഴിയുമ്പോൾ അവളുടെ സ്കൂളിലെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഓർത്ത് വിഷമിക്കും. ഇടയ്ക്ക് അമ്മയ്ക്ക് സഹായത്തിനായി അവൾ ക്ലാസ് ഒഴിവുള്ളപ്പോൾ തോട്ടത്തിലെത്താറുണ്ട്. അമ്മയ്ക്ക് കലശലായ പുറംവേദനയാണ്. ജോലിക്ക് പോകാതിരുന്നാൽ അറ്റൻഡൻസ് റോളിൽ നിന്ന് പേര് വെട്ടും. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് സെൽവി അമ്മയ്ക്ക് പകരക്കാരിയായി വരും. അപ്പോഴൊക്കെ മുത്തുലക്ഷ്മിയുടെ നെഞ്ച് പിടയും. അവൾ പരിമിതികൾക്കിടയിലും നിശ്ചയദാർഢ്യത്തോടെ പഠിച്ചു. സെൽവിയുടേത് തിളക്കമാർന്ന നേട്ടങ്ങളുടെ ഒരു വലിയ നിരയാണ്. MSCയും MEdും MPhilലും 1ാം റാങ്കോടെയാണ് ഇവൾ വിജയം കൊയ്തെടുത്തത്. ഇപ്പോൾ ഒരു ഹൈസ്കൂളിൽ ടീച്ചറായി തൻ്റെ സ്വപ്ന ജോലിയിൽ പ്രവേശിച്ച സെൽവി അവിടെയും നിൽക്കുന്നില്ല. തനിക്ക് ലക്ഷ്യം ഇനിയുമുണ്ട് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് PhD എന്ന അടുത്ത സ്വപ്നത്തിലേക്ക് പാർട്ട് ടൈമായി ചൂടെടുക്കുകയാണ് ഈ സാധാരണക്കാരി. അവൾക്ക് ജോലിയായതിൽ പിന്നെ അവൾ അമ്മയെ ജോലിക്ക് വിട്ടിട്ടില്ല. ഇത് വെറുമൊരു വിജയകഥയല്ല. ദാരിദ്ര്യത്തോടും സാഹചര്യങ്ങളോടും പടവെട്ടി ഉന്നതങ്ങൾ കീഴടക്കിയ ഒരു പെൺകരുത്തിൻ്റെ വിസ്മയഗാഥയാണ്. ലക്ഷ്യം മനസ്സിൽ ഉറപ്പിച്ചാൽ ഈ ലോകത്ത് അസാധ്യമായി ഒന്നുമില്ലെന്ന് സ്വന്തം ജീവിതം കൊണ്ട് അടയാളപ്പെടുത്തുകയാണ് സെൽവി. പഠിക്കാൻ എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ടും അത് വിനിയോഗിക്കാത്തവർക്കും പ്രതിസന്ധികളിൽ തളർന്നു പോകുന്നവർക്കും സെൽവിയുടെ ജീവിതം ഒരു വലിയ പ്രചോദനമാണ്. സെൽവിയുടെ ഒരു പാഠപുസ്തകമായി ജീവിതം മാറുന്നു. കഠിനാധ്വാനം ചെയ്യാൻ മനസ്സുണ്ടെങ്കിൽ ദൈവം പോലും കൂട്ടിനുണ്ടാകുമെന്ന് ഈ വിജയം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പണത്തിൻ്റെയോ സൗകര്യങ്ങളുടെയോ കുറവ് പറഞ്ഞ് പഠനം പാതി വഴിയിൽ ഉപേക്ഷിക്കുന്നവർക്ക് മുന്നിൽ നമുക്ക് നേടാനുള്ള ലക്ഷ്യങ്ങൾക്ക് മുന്നിൽ പ്രതിസന്ധികൾ ഒരിക്കലും തടസ്സമാവില്ലെന്ന് സെൽവി നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഒരു നേരത്തെ ആഹാരത്തിനും പഠിക്കാനുള്ള പണത്തിനും വേണ്ടി ഇടുക്കിയിലെ ഏലത്തോട്ടങ്ങളിൽ കൂലിപ്പണിക്ക് പോയിരുന്ന ഈ പെൺകുട്ടി നമ്മുടെ എല്ലാം അഭിമാനമാണ്. എങ്ങനെയുണ്ട് കഥ? ഇഷ്ടമായി എന്ന് കരുതുന്നു. അടുത്തൊരു നല്ല കഥയുമായി എത്തുന്നതുവരെ നന്ദി, നമസ്കാരം.